ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് റിലീസ് ചെയ്ത നടനും സംവിധായകനുമായ ലാലിന്റെ മകൻ ജീൻ പോൾ ചെയ്ത സിനിമയാണ് നടികർ. ഈ സിനിമയിലെ പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്തിരിക്കുന്ന ടോവിനോ തോമസ് ആണ്. മറ്റു പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്തിരിക്കുന്ന സൗബിൻ സാഹിർ, ഗണപതി, ബാലു വർഗീസ്, നമ്മുടെ സുരേഷ് കൃഷ്ണ, സൗബിൻ ഷാഹിർ, ഇങ്ങനെ പോകുന്ന ഒരു വമ്പൻ താരനിര ഈ സിനിമയിലുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ആക്ച്വലി ഒരു സൂപ്പർ സ്റ്റാറിന്റെ ലൈഫ് പറയുന്ന ഒരു സിനിമയാണ്. ഡേവിഡ് പടിക്കൽ എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാറിന്റെ സിനിമയാണ് ഈ സിനിമ. ആക്ച്വലി നമുക്ക് എല്ലാ സെലിബ്രിറ്റീസും, അത് ഫിലിം സ്റ്റാർ ആയിക്കോട്ടെ, ഇനി അതല്ല ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അങ്ങനെ നമുക്ക് നമ്മളുടെ മുമ്പിലുള്ള ഏത് സെലിബ്രിറ്റീസിനെ ആണെങ്കിലും നമ്മൾ പെട്ടെന്ന്, അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അവരെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി അവരുടെ ലൈഫ് നമ്മൾ അറിയുന്നുണ്ട്, അല്ലാതെ നമ്മൾ പല രീതിക്ക് അവരുടെ ലൈഫിലേക്ക് നമ്മൾ കടന്നു ചെല്ലാറുണ്ട്. അപ്പം ഇതുപോലെ തന്നെ നമ്മുടെ മുമ്പിലുള്ള ഒരു സൂപ്പർ സ്റ്റാറിന്റെ ലൈഫും അദ്ദേഹം നേരിടേണ്ടി വരുന്ന കുറെ പ്രതിസന്ധികളും, അത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാൻഡും അദ്ദേഹം എങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു, അദ്ദേഹത്തിന്റെ ഒരുപാട് ഫാമിലി പരമായിട്ടുള്ള ഇമോഷൻ വെച്ചിട്ട് അദ്ദേഹം എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഇതൊക്കെയാണ് ഈ സിനിമ പറഞ്ഞു വരുന്ന ഒരു കഥ. ഇത് ആക്ച്വലി ഫാമിലിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഇമോഷനും പെട്ടെന്ന് കണക്ട് ആവും. ഇത് ആക്ച്വലി ഒരു സിനിമ സ്റ്റാറിന്റെ സിനിമ ആണെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ ഫാമിലി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എല്ലാ ആൾക്കാർക്കും ഒരു ഫാമിലി ഉണ്ട്, അതായത് സൂപ്പർ സ്റ്റാറിനാണെങ്കിലും ഉണ്ട്. അപ്പം ആ ഇമോഷൻ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ ശരിക്കും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു തോട്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു നടി, അല്ലെങ്കിൽ മലയാള സിനിമയിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന നടി ഭാവന ഈ സിനിമയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഭാവന ഇപ്പൊ ഈ അടുത്ത് ചെയ്തു വരുന്ന സിനിമകളൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമകളായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് കുറച്ച് ഹ്യൂമറും, നമ്മളെ എങ്ങനെയാണോ ഭാവനനെ കാണാൻ ഇഷ്ടപ്പെടുന്നത് അതുപോലെ ഭാവന ഈ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്തിരിക്കുന്ന നമ്മുടെ സൗബിനിക്കയുടെ സിനിമകളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മഞ്ഞുമ്മൽ വരെയുള്ള സിനിമകൾ നമ്മളെല്ലാം കണ്ടു. അപ്പം എന്താ പറയാ, ഓരോ സിനിമ കഴിയും തോറും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ സിനിമയിലും അദ്ദേഹത്തിന്റെ ഒരു ബ്രില്യൻ്റ് ആയിട്ടൊരു പെർഫോമൻസ് ഉണ്ട്. പിന്നെ ബാലു വർഗീസ്, അദ്ദേഹം ഇതുവരെ ചെയ്തു വന്ന സിനിമകളിൽ നിന്നും കുറച്ചും കൂടെയൊക്കെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ഈ സിനിമയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ടോവിനോയുടെ നമ്മുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഡേവിഡ് പടിക്കലിന്റെ സന്തത സഹചാരി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അത് വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ ബാലുവിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡേവിഡിന്റെ മറ്റൊരു കൂടെ നടക്കുന്ന ഒരു സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അത് സുരേഷ് കൃഷ്ണ. അദ്ദേഹം ഇതുവരെ ചെയ്തു വന്ന സിനിമകളിലെ അദ്ദേഹത്തിന്റെ എല്ലാ ക്യാരക്ടേഴ്സും അദ്ദേഹം ഒന്നിനൊന്നിനും മെച്ചമായിട്ട് ചെയ്യാൻ കഴിവുള്ള ഒരു നടനാണ്. അപ്പോൾ ഈ സിനിമയിൽ അദ്ദേഹത്തിന് ഈ കഥാപാത്രം ബ്രില്യൻ്റ് ആയിട്ട് അഭിനയിച്ച് തീർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിൽ സംവിധായകനായിട്ടുള്ള രഞ്ജിത്ത് ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അയ്യപ്പനും കോശിയിലൊക്കെ നമ്മൾ പെർഫോമൻസ് കണ്ടതാണ്. അപ്പം ഇതിൽ അദ്ദേഹം ഒരുപടി മുമ്പിലാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ അദ്ദേഹം ഈ സിനിമയിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ചന്തു സലീംകുമാർ ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ മനോഹരമായിട്ട്, ശരിക്കും പറഞ്ഞാൽ ഇതൊരു സൂപ്പർ സ്റ്റാറിന്റെ സിനിമ ആയതുകൊണ്ട്, അല്ലെങ്കിൽ സിനിമ പറഞ്ഞു വരും നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയം സിനിമ ആയതുകൊണ്ട് ആ സിനിമയിലുള്ള എല്ലാ ആൾക്കാരുടെ ലൈഫ് നമ്മൾ എപ്പോഴും ഇങ്ങനെ നോക്കിക്കാണും. അപ്പൊ ഈ ഡേവിഡിന്റെ ലൈഫിലേക്ക് നമ്മൾ നോക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറെ ഇൻസിഡൻസ്, അത് അദ്ദേഹം എങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. എനിക്ക് വളരെ മനോഹരമായിട്ട് കുറെ നമുക്ക് കണ്ണു നിറയേണ്ട സീക്വൻസ് ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും എല്ലാം കൂടെ കാണുമ്പോൾ നമുക്ക് കണക്ട് ചെയ്തിട്ട് ഒരു നിമിഷമെങ്കിലും കണ്ണു നിറയാതെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോരാൻ കഴിയില്ല എന്നെനിക്ക് തോന്നി. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട, അല്ലെങ്കിൽ തിയേറ്റർ വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ് നടികർ. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് ഈ സിനിമ കാണുക. നമ്മൾക്ക് ആ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം നമ്മുടെ ഈ റിവ്യൂവിന്റെ താഴെ കമന്റ് ആയിട്ട് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത സിനിമയുടെ റിവ്യൂവുമായിട്ട് വീണ്ടും കാണാം.